എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ജൂൺ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ കർത്താവ് കൃപ തന്നല്ലോ. ഒരിക്കൽ ഒരു കാക്ക കൂട്ടിൽ കിടക്കുന്ന തത്തയോട്, കാക്ക പറന്ന് കിടക്കുകയാണ്, കൂട്ടിൽ കിടക്കുന്ന തത്തയോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ കൂട്ടിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നേ? അതിന് തത്ത ഒറ്റ മറുപടിയാണ് പറഞ്ഞത്, അതോ ഞാൻ സംസാരിക്കും. ഒറ്റ കാരണമാണ്, ഞാൻ സംസാരിക്കും. അതായത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു കഴിവാണ് സംസാരശേഷി. മറ്റൊരു ജീവികൾക്കുമില്ല. തത്ത പോലെയുള്ള ചിലരൊക്കെ, മാടത്ത, ഇങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ചില വാക്കുകൾ നമ്മൾ പറയുന്നത് അനുകരിക്കാറുണ്ടെങ്കിലും സ്വയം സംസാരിക്കാനുള്ള ശേഷി ലഭിച്ച ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിലുള്ള ഒരേ ഒരു സൃഷ്ടി, അതാണ് നമ്മൾ. ദൈവത്തിൻ്റെ അതേ പ്രാപ്തി, സംസാരിക്കാനുള്ള കഴിവ്, പാഴ് ശൂന്യമായ ഭൂമിയെ നോക്കി സംസാരിക്കാനുള്ള ശക്തി ദൈവത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ പാഴും ശൂന്യമായ സാഹചര്യങ്ങളെ നോക്കി സംസാരിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ പിശാചിന് നഷ്ടപ്പെടില്ല. സംസാരിക്കുന്നവരെ കൂട്ടിലാക്കാൻ പിശാച് നോക്കും. നീ അധികാരം ഉപയോഗിച്ചാൽ അവൻ കാലിൻ്റെ കീഴെ വരും. അതുകൊണ്ട് നാം സംസാരിക്കാതിരിക്കുവാൻ പിശാച് കഴിവും അവൻ്റെ തന്ത്രങ്ങളെല്ലാം മെനയും. നാം സംസാരിക്കരുത്. നാം നന്നായി രാവിലെ എഴുന്നേറ്റാൽ കുഴപ്പമില്ല, വളരെ അധ്വാനിച്ചാൽ കുഴപ്പമില്ല, വളരെ താമസിച്ച് കിടന്നാൽ പിശാചിന് ബുദ്ധിമുട്ടില്ല. നാം ദൈവത്തെ പോലെ സംസാരിക്കാതിരുന്നാൽ മതി. എന്നാൽ നാം സംസാരിച്ചു തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ മാറും. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് പറഞ്ഞാൽ ഈ മല ഇവിടെ നിന്ന് നീങ്ങി കടലിൽ പോകും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ടും പറയുന്നു. നിങ്ങൾ മർക്കോസ് 11 വായിക്കണം. 23 വാക്യത്തിലൊക്കെ നമുക്കത് കാണാം. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് പറയുന്ന കാര്യം നടക്കും. നെഗറ്റീവ് പറഞ്ഞാലോ? മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ, എന്ത് വേണമെങ്കിലും നമുക്ക് വിളിച്ചു കൊണ്ടുവരാം. എന്നാൽ ദൈവം നമ്മെ ആക്കിയത് ഇല്ലാത്ത പൊല്ലാപ്പുകളെ വിളിച്ചു വരുത്താനല്ല, ഇല്ലാത്ത നന്മകളെ വിളിച്ചു വരുത്തുവാനാണ്. ദൈവം അതിനായിട്ട് ദൈവത്തിൻ്റെ സാദൃശ്യം തന്നു. പിശാച് അതെടുത്ത് കളഞ്ഞു. അങ്ങനെ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പുറത്തുപോയി. അവൻ കഠിനാധ്വാനിയായി മാറി. എന്നാൽ യേശു കർത്താവ് തൻ്റെ വിയർപ്പ് കൊണ്ടല്ല നമ്മെ രക്ഷിച്ചത്, തൻ്റെ രക്തം കൊണ്ട് തന്നെ നമ്മെ രക്ഷിച്ച് വീണ്ടും അധികാരമുള്ള വാക്കുകളുടെ ഉടമസ്ഥരാക്കി മാറ്റി. ഇനിയും പോയി അടിമ നുകത്തിൽ കുടുങ്ങരുത്. നാവുകൊണ്ട് നമുക്ക് വിളിച്ചു വരുത്തുവാനുള്ള ശേഷിയുണ്ട്. പ്രാർത്ഥിക്കണം, വിശ്വാസം പറയണം. 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ 23 മണിക്കൂർ നമുക്ക് വിശ്വാസം പറയാൻ സമയം പിന്നെയുണ്ട്. 5 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരു 19 മണിക്കൂർ വീണ്ടും വിശ്വാസം പറയാനുണ്ട്. അപ്പോൾ പ്രാർത്ഥനയും വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമെങ്കിൽ, പ്രാർത്ഥിച്ച ശേഷം ലഭിച്ചു എന്ന് വിശ്വസിപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, പ്രാർത്ഥിച്ച ശേഷം അതെനിക്ക് ലഭിച്ചു, എനിക്കത് ലഭിച്ചു, ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ലഭിച്ചു, ഞാൻ ഈ കഴിഞ്ഞ ദിവസം 3 ദിവസം ഉപവാസത്തിൽ ഇരുന്നത് എൻ്റെ മറുപടി കർത്താവ് തന്നു കഴിഞ്ഞു. ഹന്നയുടെ മുഖം പിന്നെ വാടിയില്ലെന്നതുപോലെ അത് നമ്മുടെയും മുഖം പിന്നെ വാടരുത്, തളരരുത്, ലഭിച്ചു എന്ന് തന്നെ പറയണം. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം തന്നു കഴിഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു ധൈര്യം ദൈവം നമുക്ക് എല്ലാവർക്കും തരട്ടെ. നാവ് കൊണ്ട് നമുക്ക് നന്മകളെ വിളിച്ചു വരുത്താം. നമ്മുടെ വാ കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം. എല്ലാം നാവുകൊണ്ട്, കുറ്റങ്ങൾ നാവുകൊണ്ട് ഏറ്റുപറയുക. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. മറച്ചു വെക്കരുത്. നാവിനെ സത്യസന്ധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചേർന്ന് പാടി നമ്മുടെ നാവുകൊണ്ട് യേശുവിനെ ഹൃദയത്തോടെ ആരാധിക്കാം. आत्मा मंदिरा था, पवित्र आत्मा मंदिरा था,
पेंतिकोस के दिन समान आत्मा मंडरा था। अंधे देखते हैं, लंगड़े चलते हैं, अंधे देखते हैं, लंगड़े चलते हैं। यीशु मसीह के नाम से अंधे देखते हैं, यीशु मसीह के नाम से लंगड़े चलते हैं। आत्मा मंडरा था, पवित्र आत्मा मंडरा था, आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतिकोस के दिन समान आत्मा मंडरा था, पेंतिकोस के दिन समान आत्मा मंडरा था। गूंगे बोलते हैं, बहरे सुनते हैं, गूंगे बोलते हैं, बहरे सुनते हैं। यीशु मसीह के नाम से गूंगे बोलते हैं, यीशु मसीह के नाम से बहरे सुनते हैं। आत्मा मंडरा था, पवित्र आत्मा मंडरा था, आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतिकोस के दिन समान आत्मा मंडरा था, पेंतिकोस के दिन समान आत्मा मंडरा था। शैतान कामता है, शैतान भागता है, शैतान कामता है, शैतान कामता है। यीशु मसीह के नाम से शैतान कामता है, यीशु मसीह के नाम से शैतान भागता है। आत्मा मंडरा था, पवित्र आत्मा मंडरा था, आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतिकोस के दिन समान आत्मा मंडरा था, पेंतिकोस के दिन समान आत्मा मंडरा था, आत्मा मंडरा था, पवित्र आत्मा मंडरा था, आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतिकोस के दिन समान आत्मा मंडरा था, पेंतिकोस के दिन समान आत्मा मंडरा था। അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. എല്ലാ ജനങ്ങളും ഇപ്പോൾ പള്ളിയിൽ ആ ഓർഡറുകളെല്ലാം തെറ്റിച്ച് പത്രോസും യോഹന്നാനും നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരിയുകയാണ്. പത്രോസ് യോഹന്നാൻ അവിടെ നിൽക്കുന്നത് കൊണ്ടല്ല ജനം ഓടിക്കൂടുന്നത്. വർഷങ്ങളായിട്ട് നടക്കാത്ത ഒരുവൻ നടന്നു. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം നടന്ന് പള്ളിയിൽ ഒരുത്തൻ കയറി നിൽക്കുന്നു. അവൻ ഇന്ന് വരെ പള്ളിയിൽ കയറിയിട്ടില്ല. അവന് പള്ളി കയറാനുള്ള പ്രാപ്തിയില്ല. എന്നാൽ അവനെ പള്ളിയിൽ കയറുവാനുള്ള പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ 2 പേരെ കർത്താവ് ഉപയോഗിച്ചു. ഈ 2 പേരുടെ ഇടയിൽ ഇവൻ കയറി നിൽക്കുകയാണ്. ഈ കാഴ്ച വളരെ മനോഹരമാണ്. പത്രോസ് ചെയ്ത ആ അത്ഭുതത്തിൽ വിസ്മയം പൂണ്ട് ഈ മുടന്തൻ നിൽക്കുമ്പോൾ ജനങ്ങൾ ഓടി
ഇപ്പോൾ പത്രോസിൻ്റെ യോഹന്നാൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. ഇതാണ് ഒരു ദൈവപ്രവൃത്തിയുടെ പ്രത്യേകത. നേരെ എതിർവശത്ത് പള്ളിയിൽ വലിയ ആരാധന, യാഗം, വലിയ പ്രോഗ്രാമുകൾ, ന്യായപ്രമാണ പ്രകാരം പലതും നടക്കുമ്പോൾ ആ പ്രോഗ്രാമിനെ തെറ്റിക്കാൻ വേണ്ടി പത്രോസ് യോഹന്നാനും ചെയ്തതല്ല. അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ല. അവർക്ക് അങ്ങനെ ഒരു വക്രബുദ്ധിയില്ല. പണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ അടിച്ച് നടന്നേച്ചവരാണ്, അലമ്പായിരുന്നു. എന്നാൽ കർത്താവിലോട്ട് തിരിഞ്ഞു. അവർക്ക് വക്രബുദ്ധി, ഈ പരീശന്മാരെ പോലുള്ള വക്രതയും ചതിയൊന്നും അറിയില്ല. അവരവിടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി വന്നതാണ്. ഒരു പ്രാർത്ഥനാ സമയത്ത് പള്ളിയിൽ വന്നതാണ്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അത് യെരുശലേമിലാണ്. ഇവർക്ക് ഇവരുടെ വീടുകളെല്ലാം ഗലീലയിലാണ്. ഇവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ ആ വലിയ ദേവാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിരുന്ന് അവർക്ക് പ്രാർത്ഥിക്കാം. അവർ യാഗം കഴിക്കാൻ വന്നതല്ല, പുരോഹിതൻ പറയുന്നത് കേൾക്കാനും വന്നതല്ല. ആ ആലയത്തിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ ആ മനോഹരമായ വലിയ ദേവാലയത്തിൽ എവിടെയെങ്കിലുമൊക്കെ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. ഈ പട്ടണത്തിൽ, യെരുശലേം പട്ടണത്തിൽ ഇവർക്ക് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ മറ്റൊരു സ്ഥലമില്ല. അതായിരിക്കണം, അത് തന്നെയാണ് കാരണം. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ഇവരിൽ ശക്തി നിറഞ്ഞിരുന്നു. സാധാരണ എല്ലാവരും പ്രാർത്ഥിച്ച് കഴിഞ്ഞാലാണ് അവരിൽ ശക്തി വരുന്നത്. എന്നാൽ ഇവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ശക്തി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജോസഫിൻ്റെ പാണ്ഡികശാല പോലെയാണ്. മുടന്തൻ വന്നാൽ മുടന്തനുള്ളതുണ്ട്, കുരുടൻ വന്നാൽ കുരുടനുള്ളതുണ്ട്. രോഗി, ഏത് തരത്തിലുള്ള രോഗി വരുന്നോ ആ രോഗിക്കുള്ളതുണ്ട്. ഏത് തരത്തിലുള്ള മനുഷ്യനും വിടുതൽ കൊടുക്കാനുള്ളത്. വചനമുണ്ട്, പ്രവചനമുണ്ട്, വെളിപ്പാടുകളുണ്ട്, ദർശനങ്ങളുണ്ട്, എല്ലാ സ്റ്റോക്ക്. ജോസഫിൻ്റെ പാണ്ഡികശാല പോലെയാണ് പത്രോസും യോഹന്നാനും. ഈ അപ്പോസ്തലന്മാർ അങ്ങനെയായിരുന്നു. അവർ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാൻ 2-3 ദിവസം പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്ന് പറയുന്നവരല്ല. അവരുടെ അടുക്കൽ വരുന്നവർക്ക് വിടുതൽ ഉറപ്പാണ്. ഈ ദിവസങ്ങളിൽ പുതിയ നിയമസഭയ്ക്ക് ഈ ശക്തി ഉണ്ടാകാൻ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. കർത്താവിൻ്റെ സഭ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും ആ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പമൊന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു നിറവിലേക്ക്, ആ എല്ലാറ്റിനെയും നിറക്കുന്ന നിറവായ ദൈവസഭയുടെ ആ വലിയ നിറവിലേക്ക് ഈ ദിവസങ്ങളിൽ സഭയൊന്ന് എഴുന്നേറ്റു വരാൻ നമുക്കൊന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് കൂടി. ദേവാലയത്തിൻ്റെ മുഴുവനും ഓർഡറും തെറ്റി. സാധാരണ ജനം നിൽക്കുന്ന പ്രാകാരം, അവർക്ക് വിശുദ്ധ സ്ഥലത്തോ അതിപരിശുദ്ധ സ്ഥലത്തോ പോകാൻ അനുവാദമില്ല. എന്നാൽ വിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തൊക്കെ പുരോഹിതന്മാർക്കൊക്കെ ധാരാളം പ്രവേശിക്കാനുള്ള സാവകാശങ്ങൾ നടക്കുമ്പോൾ, ആ പ്രാർത്ഥന നടക്കുമ്പോൾ, വിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തും ഇല്ലാത്തൊരു കാര്യം പ്രാകാരത്തിൽ നടന്നു. എന്താണ്? പ്രാകാരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായി. ഇത് അതിപരിശുദ്ധ സ്ഥലത്ത് നടക്കേണ്ടതായിരുന്നു. അഹരോന്റെ വടി തളിർത്തത് അതിപരിശുദ്ധ സ്ഥലത്താണ്. ദൈവം മോശയോട് സംസാരിച്ചത് അതിപരിശുദ്ധ സ്ഥലത്താണ്. അഹരോനോട് സംസാരിച്ചത് അതിപരിശുദ്ധ സ്ഥലത്താണ്. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇരിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. ദൈവം സംസാരിക്കുന്നതും ദൈവപ്രവൃത്തി കാണണമെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലണം. എന്നാൽ ഇപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്നും വിശുദ്ധ സ്ഥലത്ത് നിന്നും എല്ലാവരും ഓടിക്കൂടുന്നത് എവിടെയാണ്? ഓടിക്കൂടുന്നത് വെറും പ്രാകാരത്തിലാണ്. അതായത് പ്രാകാരത്തിൽ നിൽക്കുന്ന 2 പേർ ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠരാണ്. യേശു തന്നെ പറഞ്ഞു, ഇതാ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ഇതുപോലെ തന്നെ പത്രോസ് യോഹന്നാനും ദേവാലയത്തെക്കാൾ വലിയവരായി മാറി.
മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്ന രണ്ട് ശരീരങ്ങൾ, ദൈവത്തിൻ്റെ ആലയങ്ങൾ പ്രാകാരത്തിൽ വന്നു നിന്നപ്പോൾ ദൈവപ്രവർത്തികൾ അവിടെ കാണുകയാണ്. അവരെവിടെയുണ്ടോ അവിടെയാണ് ജനങ്ങളിപ്പോൾ ഓടിക്കൂടുന്നത്. ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിപരിശുദ്ധ സ്ഥലമായിരുന്നു. ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ സ്ഥലമായിരുന്നു. ആ ദിക്കിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ എങ്ങോട്ടൊഴുകി? സാധാരണക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക്. എന്താ കാര്യം? ദൈവം എവിടെയുണ്ടോ, ദൈവപ്രവൃത്തി എവിടെയുണ്ടോ, ദൈവ തേജസ് എവിടെയുണ്ടോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെയാണ് ജനങ്ങൾ ഒഴുകി വരുന്നത്. എല്ലാവരും ഇപ്പോൾ പ്രാകാരത്തിലേക്ക് ഓടി വരികയാണ്. അടുത്ത വാക്യം, ഇത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? നിങ്ങളെല്ലാവരും ഓടിക്കൂടുന്നത്, ഞങ്ങളെ ഉറ്റുനോക്കുന്നത്, ഞങ്ങൾ സ്വന്തം ഭക്തി കൊണ്ട് ശക്തി കൊണ്ട് എന്തോ ചെയ്തെന്നുള്ള നിങ്ങളെ തെറ്റിദ്ധാരണക്കളാ. വാസ്തവത്തിൽ ഇവർ ശക്തി പ്രാപിച്ചവരാണ്. വാസ്തവത്തിൽ ഇവർ വളരെ ഭക്തരുമാണ്. ഇത് രണ്ടും ശരിയാണ്. എന്നാൽ ഇത് ഞങ്ങളുടെ മിടുക്കല്ല. അതായത് ഇവരിൽ നിന്നുള്ള ശ്രദ്ധയെ യേശുവിലേക്ക് തിരിക്കുവാൻ ഇവരെ തന്നെ അങ്ങോട്ട് മുഴുവൻ ഇട്ടുകൊടുക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചാ സംഭവിച്ചത്, ഞാൻ കൈപിടിച്ചതുകൊണ്ടാണ് നടന്നത്. ഒരു പൊങ്ങച്ചോ ഇല്ല അവർക്ക്. ആ ഒരു അത്ഭുതത്തിൽ ഒരു പേരും പെരുമയും വേണ്ട. ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ടല്ല, ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല. അവർ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതല്ല. ഇത് കേൾക്കുന്ന എല്ലാവരും അറിയണം. അഥവാ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു വലിയ അത്ഭുതം നടന്ന് എല്ലാവരും അതിശയിക്കുമ്പോൾ ഇതേ വാക്ക് പറയാനുള്ള ഒരു പ്രത്യേകമായ ആത്മീകമായ പക്വത, ആത്മീകമായ താഴ്മ നമുക്ക് വേണം. ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവാണ്. ഇത് ചെയ്തത് ഞാനല്ല, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടുമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടുമല്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിലെന്തിനാശ്ചര്യപ്പെടണം? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? ഇത് ഞങ്ങളല്ല. ഞങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഇങ്ങനെ നോക്കാം, ഞങ്ങളെ ബഹുമാനിക്കാം. എന്നാൽ ഇതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു റോളുമില്ല. ഞങ്ങൾ പുറംപറമ്പിൽ ആർക്കും വേണ്ടാതെ കിടന്ന മഹാപാപികളാണ്. എന്നാൽ കൃപ ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണിത് നടന്നതെന്ന് പിന്നത്തേതിൽ പത്രോസ് തെളിയിച്ച ചരിത്രമാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ കാര്യം ചിന്തിക്കണം. അതായത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തങ്ങളെ തന്നെ താഴ്ത്തുന്ന പത്രോസിനെ, യോഹന്നാനെ നമുക്ക് കാണാം. അത് തന്നെ പൗലോസും ബർന്നബാസും ഒരു ക്ഷേത്രത്തിലെ പൂജാരി കാളയുമായിട്ട് വരുന്ന ചരിത്രം മറ്റൊരു അധ്യായത്തിലുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയിൽ. അപ്പോൾ യാഗം കഴിക്കാതെ വണ്ണം ജനങ്ങളെ തടഞ്ഞു പൗലോസും ബർന്നബാസുമാണ് അവിടെ. അപ്പോസ്തല പ്രവൃത്തി 16 പൗലോസും ശീലാസും അവർ ഒരുമിച്ച് പോകുന്നതും അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നതും. ഇവിടെ പൗലോസും ബർന്നബാസും കൂടി ഒരുമിച്ച് ചെയ്ത ചില ശുശ്രൂഷകളിലാണ് ഒരു മുടന്തൻ ചാടി എഴുന്നേറ്റത്. ഇതേപോലൊരു ദൈവപ്രവൃത്തി. അപ്പോഴും ഇതുപോലെ ജനങ്ങളെ, ഞങ്ങളെയല്ല ദൈവത്തെ ആരാധിക്കൂ എന്ന് പറഞ്ഞ് തടയുന്നുണ്ട്. യേശുവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ ഒരു അത്ഭുതവും ചെയ്തില്ല. എന്തുകൊണ്ടാണ്? യേശുവിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ മുഴുവനും കൊണ്ടുപോകാൻ
മുഴുവൻ മഹത്വം യേശുവിന് കിട്ടുവാൻ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ ചെരുപ്പ് കുനിഞ്ഞഴിക്കാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ അവൻ തീയിൽ സ്നാനപ്പെടുത്തുന്നവനാണ്. അവന് കുറേ കാര്യം ചെയ്യാനുണ്ട്. എൻ്റെ ആകെയുള്ള ജോലി വെറും വെള്ളത്തിലെ സ്നാനം മാത്രമേ ഉള്ളൂ. എന്നാൽ തീയിൽ സ്നാനപ്പെടുത്തുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. അങ്ങനെ യേശുവിന് നല്ല ഒരു ചൂണ്ടുപലകയായിട്ട് നിൽക്കുന്നതായി യോഹന്നാനെ നമുക്ക് കാണാം. പത്രോസ് യോഹന്നാൻ ഇപ്പോഴും അതാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? ഞങ്ങളുടെ ഭക്തി കൊണ്ടല്ല, ഞങ്ങളുടെ ശക്തി കൊണ്ടുമല്ല. ഇത് ദൈവം യേശുവിനെ ഉയർത്തിയതാണ്. ഇങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മൾ വേണ്ട രീതിയിൽ ഒരു ശ്രമം നടത്തിയാൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹേരോദ രാജാവ് ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ഒരു ദൂതൻ അവനെ അടിച്ചു, കൃമിക്കിരയായി അവൻ പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞ് അധ്യായം അവിടെ എത്തിയിരിക്കുകയാണ്. രാജാവിന് ഒരു അടി കൊടുത്തു ഒരു ദൂതൻ. കൃമി കൊണ്ട് നിറഞ്ഞിട്ട് അവൻ മരിച്ചു. മരിച്ചിട്ട് കൃമിയാകുന്നതാണ് സാധാരണ എല്ലാവരും. എന്നാൽ കൃമിയായിട്ട് മരിച്ചവനാണ്. ഒറ്റയടിക്ക് അവൻ കൃമിയായിപ്പോയി. അങ്ങനത്തെ അടിയൊക്കെ ദൂതന്മാരുടെ കൈകളിലുണ്ട്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വത്തിൻ്റെ ഒരംശം പോലും നമ്മൾ എടുക്കാതെ നാം താഴ്മയുള്ളവരാണെങ്കിൽ വലിയ കാര്യങ്ങൾ പുറകെ പുറകെ വർദ്ധിച്ചു വരുന്നതും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് കർത്താവിന് മാത്രം മഹത്വം കൊടുക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരാനായിട്ട് അപേക്ഷിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ചെയ്തു, ഞാൻ കൈവച്ചു, ഞാൻ കാരണമാണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ പലതും നഷ്ടമായേനെ, ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ മാറിപ്പോകട്ടെ. മുഴു മഹത്വവും ഞങ്ങളുടെ കർത്താവിനെ അർപ്പിക്കും. യേശുവേ, അങ്ങയ്ക്ക് ഒന്നും അസാധ്യമല്ല. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദൈവകൃപ വർദ്ധിക്കട്ടെ, സൗഖ്യങ്ങൾ വർദ്ധിക്കട്ടെ, സമാധാനം വർദ്ധിക്കട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ ആശ്രയിക്കാം. ഇന്ന് രാവിലെ നമുക്ക് 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരിക, അനുഗ്രഹിക്കപ്പെടാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. നാളെ ഇതേ സമയത്ത് നമുക്ക് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് വീണ്ടും വരാം. ഗോഡ് ബ്ലെസ് യു.